can say if your love grows as your heart shows only time. We are there, we are പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നയാളുടെ മകനായിരുന്നു ഇന്നയാളുടെ മകനായിരുന്നു ഇന്നയാൾ എന്ന് പറഞ്ഞ് വംശാവലിയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. എന്നാൽ ഈ പറഞ്ഞതിനിടയിൽ ക്രിസ്തു മറിയത്തിൽ നിന്ന് ജനിച്ചു, ജോസഫിൻ്റെ ഭാര്യയായ മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. നോക്കുക, കാരണം പരിശുദ്ധാത്മാവിലാണ് യേശുവിൻ്റെ ജനനം നടന്നത്. അതുകൊണ്ടാണ് മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയാൻ കാരണം. മറ്റൊക്കെ ഓരോരുത്തരുടെയും പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ചു, എന്നാൽ മറിയം ജോസഫിൻ്റെ ഭാര്യയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ പിതാവ് നിന്നാണ് യേശു ജനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭിണിയായത് എന്ന വലിയ സത്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, രക്ഷാക രഹസ്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള മഹത്തായ പങ്കും കൂടി ഈ ഒരു വാക്കിൽ നിഴലിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈശോയുടെ വരവിനോടടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് അമ്മയെ ചേർത്ത് പിടിക്കാം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ തിരുക്കുമാരനെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതിനായിട്ടുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.